സ്ഥാപന ഉടമകളെ ജീവനക്കാരികൾ കബളിപ്പിക്കുന്നു. ജീവനക്കാരികളെ കൂട്ടുകാരി ചതിക്കുന്നു. ഒടുവിൽ നിവൃത്തിയില്ലാതെ മാനക്കേടും ഭയവും കാരണം ജ്യൂസിൽ എലിവിഷൻ ചേർത്ത് 2 ജീവനക്കാരികളും ജീവിതം അവസാനിപ്പിക്കുന്നു. കേരളക്കര കഴിഞ്ഞ ദിവസം കേട്ട ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു തിരുവനന്തപുരം വിഴിഞ്ഞത്തു നിന്നും പുറത്തുവന്നത്. വെണ്ണിയൂർ നെല്ലിവിള സ്വദേശിനി അഞ്ജു, വെങ്ങാനൂർ ചാവടിനട സ്വദേശിനിയായ ഐശ്വര്യ എന്നീ 2 യുവതികളാണ് വലിയ ചതിയുടെ ഇരകളായി ജീവിതം അവസാനിപ്പിച്ചത്. അഞ്ജു സൂര്യ ഫിനാൻസിലെ വിഴിഞ്ഞം ശാഖയിലെ ജീവനക്കാരിയായിരുന്നു. ഐശ്വര്യ ഇതേ സ്ഥാപനത്തിന്റെ വെങ്ങാനൂർ അമരവിള ശാഖയിലെയും ജീവനക്കാരിയായിരുന്നു. വളരെ സാധാരണക്കാരായ കുടുംബത്തിൽ നിന്നുള്ള ഇവർ 2 പേരും വിശ്വസ്തയോടെയാണ് അവിടെ ജോലി നോക്കിയിരുന്നത്. അങ്ങനെയിരിക്കെയാണ് വെങ്ങാനൂർ പനങ്ങോട് സ്വദേശിനി സിന്ധുകുമാരി എന്ന 53-കാരി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. മുൻപ് സ്വർണ്ണപ്പണമിടപാട് സ്ഥാപനം നടത്തി പരിചയമുള്ള സിന്ധു അതീവ തന്ത്രപരമായി ഈ 2 യുവതികളുടെയും വിശ്വാസ്യത നേടിയെടുക്കുന്നു. തുടർന്ന് തനിക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ സിന്ധു ഈ പെൺകുട്ടികൾക്ക് മുന്നിൽ ഒരു വമ്പൻ ഓഫർ വെച്ചു. തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സാധാരണക്കാരായ നാട്ടുകാർ കൊണ്ടുവന്ന് പണയം വയ്ക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ പലിശയ്ക്ക് KSFEയിൽ മറിച്ച് പണയം വയ്ക്കാമെന്നായിരുന്നു സിന്ധു ഈ യുവതികൾക്ക് നൽകിയ വാഗ്ദാനം. ഇതിലൂടെ വലിയൊരു കമ്മീഷൻ തുക ജീവനക്കാരായ ഇവർക്ക് ലഭിക്കുമെന്നും സിന്ധു വിശ്വസിപ്പിച്ചു. തുടക്കത്തിൽ കുറച്ച് സ്വർണം വാങ്ങി കൃത്യസമയത്ത് തിരികെ നൽകിയ സിന്ധു ഇവരുടെ വിശ്വാസം പൂർണ്ണമായും പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ ആ കെണിയിൽ വീണ അഞ്ജുവും ഐശ്വര്യയും പിന്നീട് വലിയ അളവിൽ സ്വർണം സിന്ധുവിന് കൈമാറാൻ തുടങ്ങി. അഞ്ജു തന്റെ ശാഖയിൽ നിന്നും 20 പവനും ഐശ്വര്യ 50 പവനും ഉൾപ്പെടെ ഏകദേശം 70 പവൻ സ്വർണമാണ് സിന്ധുവിന് മറിച്ചു നൽകിയത്. പക്ഷേ ഈ സ്വർണം KSFEയിൽ പണയം വെക്കുന്നതിന് പകരം സിന്ധു കോവളത്തുള്ള മറ്റൊരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു. ഒടുവിൽ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും സിന്ധു സ്വർണം തിരികെ നൽകാതെ വന്നതോടെ യുവതികൾ പരിഭ്രാന്തരായി. യഥാർത്ഥ ഉടമകൾ പണയം വെച്ച് സ്വർണം തിരിച്ചെടുക്കാനായി എത്തുകയും ചെയ്തതോടെയാണ് യുവതികൾക്ക് തങ്ങൾ പറ്റിക്കപ്പെട്ടുവെന്ന് മനസ്സിലാകുന്നത്. തട്ടിപ്പ് പുറത്താകുമെന്നും പോലീസ് പിടിക്കപ്പെടുമെന്നുള്ള കടുത്ത ഭയത്താൽ ഇരുവരും കടം വാങ്ങി കുറച്ച് സ്വർണം വാങ്ങി ഇടപാടുകാർക്ക് നൽകാൻ ശ്രമിച്ചെങ്കിലും കടബാധ്യത താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഈ സമയം സിന്ധുവിനെ ബന്ധപ്പെട്ട് തങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോലും സിന്ധുവിന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ തങ്ങൾ ചെയ്ത തെറ്റിനും ഏറ്റുവാങ്ങിയ ചതിക്കും പരിഹാരമില്ലെന്ന് കണ്ട് ഇരുവരും ഒരുമിച്ച് വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന അഞ്ജു ശനിയാഴ്ചയും ഐശ്വര്യ കഴിഞ്ഞ ദിവസവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി. യുവതികളുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതി സിന്ധുകുമാരിയെ ബന്ധുവീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിൽ സിന്ധുവിനെതിരെ മുൻപും മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയതിനും വഞ്ചനയ്ക്കും കോവളം മലയൻകീഴ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. കൂടാതെ 10ഓളം പുതിയ കേസുകളും സിന്ധുവിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.